നാരായണായ. വിഷ്ണു സഹസ്രനാമ വ്യാഖ്യാനം. ഓം നമോ ഭഗവതേ വാസുദേവായ. സുഭുജോ ധുർധരോ വാഗ്മീ മഹേന്ദ്രോ വസുദോ വസു. നൈകരൂപോ ബൃഹദ്രൂപാ ശിബിവിഷ്ടപ്രകാശനാ. സുഭുജ, മനോഹരമായ ബാഹുക്കളോട് കൂടിയവൻ. ഭഗവാന്റെ കൈകളുടെ ഭംഗി ആരാൽ വർണ്ണിക്കാനാകും? അഭയവരദമുദ്ര ചൂടുന്ന കൈകളാണവ. ശംഖ്, ചക്ര, ഗദ, പത്മധാരിയാണ് അവിടുന്ന്. ആ നിൽപ്പ് തന്നെ എത്ര മനോഹരം! നിർനിമേഷനായി അദ്ദേഹം ഭക്തരെ വീക്ഷിക്കുന്നു. ആഹാ, തൻ്റെ ഭക്തരെ ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ വയ്യാത്ത മധുരോദ്ധാരനായ പ്രേമിയാണ് അവിടുന്ന്. അവരുടെ രക്ഷയ്ക്ക് കാലതാമസം വരാതിരിക്കാൻ എന്ന പോലെ തൃക്കൈയിൽ ആയുധങ്ങളേന്തിയുള്ള അവിടുത്തെ നില എത്ര ചേതോഹരം! ദുർധര, അവിടുന്ന് താങ്ങുന്നത് ആർക്കും താങ്ങാനാകില്ല. കഷ്ടപ്പെട്ടാൽ മാത്രം ധരിക്കാൻ കഴിയുന്നവൻ. ഈ വിശ്വമിരിക്കുന്നത് ഭഗവാനിലത്രേ. പക്ഷേ ഭഗവാൻ ഇരിക്കുന്നതോ സ്വമഹിമയിൽ. അസംഗനായി നിർമ്മമനായിരിക്കുന്ന ഭഗവാനെ ആർക്കും താങ്ങാനാവുകയില്ല. ഭഗവാനെ പ്രത്യക്ഷമായി കാണാൻ ക്ലേശങ്ങൾ നിരവധി താണ്ടണം. അതിനാലും ദുർധര എന്ന നാമം. വാഗ്മി, വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ നിരതിശയമായ കഴിവുള്ളവൻ. ഭഗവാന്റെ വാക്കുകൾ അഭൗമമായ അനുഭൂതി പകരുന്നു. വേദങ്ങൾ, വേദാംഗങ്ങൾ എന്നിവയെല്ലാം അവിടുത്തെ വാക്പാടവത്തിന് ഉദാഹരണം. ബുദ്ധിയും ഉദാരതയും പരിലസിക്കുന്ന വാക്കുകളാണ് ഭഗവാന്റേത്. അവതാരങ്ങളിൽ ഭഗവാൻ ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. തേർത്തട്ടിൽ തളർന്നിരുന്ന അർജുനനിൽ ക്ഷാത്രവീര്യം പകർന്നത് ഭഗവാൻ. ഹേ സുന്ദരി, നീ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ച് രുക്മിണിയെ മന്ദഹാസപൂർവ്വം തേരിലേറ്റിയ ഭഗവാന്റെ അനുരാഗഭരിതമായ വാക്കുകൾ. ശ്രീരാമാവതാരത്തിൽ ബാലിവധത്തിൽ നിരത്തിയ യുക്തികൾ എല്ലാം അദ്ദേഹത്തിൻ്റെ വാക്യത്വത്തിൻ്റെ തെളിവുകളാണ്. അതിനാൽ വാഗ്മി. മഹേന്ദ്ര, ഈശ്വരന്മാർക്കും ഈശ്വരൻ. സകല കല്യാണ ഗുണങ്ങളും അവിടത്തേക്ക് സ്വന്തം. സച്ചിദാനന്ദമാണ് അവിടുന്ന്. വിഭൂതികളിലും തേജസ്സിലും അതുല്യനായവനും. അതിനാൽ സകല ദേവന്മാർക്കും ഈശ്വരനാണ് ഭഗവാൻ. ഇന്ദ്രൻ ഇന്ദ്രിയ സുഖങ്ങളുടെ രാജാവാണ്. പരമ്പൊരുളായ ഭഗവാൻ അതിനെല്ലാം സാക്ഷിയായി മാത്രം വർത്തിച്ച് ഇന്ദ്രിയങ്ങൾക്കുള്ള ശക്തി നൽകുന്നതിനാൽ അവിടുന്ന് മഹേന്ദ്രൻ. വസുധ, ധനം ദാനമായി നൽകുന്നവൻ. ഭഗവാൻ ഭക്തർക്ക് നൽകാത്തതായി യാതൊന്നുമില്ല. എല്ലാ സമ്പത്തും ദാനമായി നൽകുന്നു. എന്താണ് സമ്പത്ത്? ഐഹികവും ആത്മീയവുമായ സമ്പത്തുണ്ട്. രണ്ടും തരുന്നത് ഭഗവാനാണ്. തൻ്റെ ഭക്തർക്ക് ദാനമായി സമ്പത്ത് നൽകുന്നതിൽ അവിടത്തെ പോലെ ഉദാരനായി ആരുമില്ല. വസു, അന്തരീക്ഷമാകെ വസിക്കുന്ന വായു. സൂര്യൻ ധനവാൻ. അന്തരീക്ഷത്തിൽ സന്നിഹിതനാണ് ഭഗവാൻ. അന്തരീക്ഷത്തിൽ സന്നിഹിതനായതിനാൽ വസു. സൂര്യനും അന്തരീക്ഷവായുവും പരമാത്മാവ് തന്നെ. ഏറ്റവും വലിയ ധനവാനാണ് അവിടുന്ന്. അദ്ദേഹം തന്നെ ദാനമായി നൽകുന്നു. കാരണം ദാനമായി നൽകുന്ന ധനം അവിടുന്ന് തന്നെയാണല്ലോ. ഇങ്ങനെ സകല സമ്പത്തായും സൂര്യനായും ശ്വാസം നൽകുന്ന വായുവായും വർത്തിക്കുന്ന അവിടുന്ന് വസു. നൈകരൂപ, ഏകരൂപത്തിൽ വർത്തിക്കാത്തവൻ. ജലേ വിഷ്ണുസ്ഥലേ വിഷ്ണു വിഷ്ണുരാകാശമുച്യതേ. സ്ഥാവരം ജംഗമം വിഷ്ണു സർവം വിഷ്ണുമയം ജഗത്. ജലവും കരയും ആകാശവും സ്ഥാവര ജംഗമങ്ങളും വിഷ്ണു ഭഗവാൻ തന്നെ. മറ്റൊന്നുമില്ല. അവതാരങ്ങളും വ്യത്യസ്ത രൂപധാരികളായിരുന്നല്ലോ. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, അങ്ങനെ പല രൂപങ്ങൾ അവിടുന്ന് ധാരണം ചെയ്തുവല്ലോ. അതിനാൽ ഏകരൂപൻ എന്നു പറയുക വയ്യ. ന ഏകരൂപ, ഒരു രൂപം മാത്രമായി ധാരണം ചെയ്യാത്തവൻ. ബൃഹദ്രൂപ, ബൃഹത്തായ രൂപത്തോടു കൂടിയവൻ. വരാഹമായി ഭൂമിയെ പ്രളയജലത്തിനടിയിൽ നിന്നും പൊക്കിയെടുത്തപ്പോഴും നരസിംഹമൂർത്തിയായി അവതരിച്ചപ്പോഴും ബൃഹദ് രൂപമായിരുന്നു ധാരണം ചെയ്തത്. ഭഗവാന്റെ ബൃഹദ് രൂപത്തിൻ്റെ ഗാംഭീര്യം നിരതിശയം അത്രേ. ശിബിവിഷ്ട,
യജ്ഞത്തിനൊരുക്കിയ പശുക്കളിലും സൂര്യരശ്മിയിലും ജീവികളിലും കടന്നുകൂടിയവൻ ആരോ അവൻ. ശിപി എന്ന വാക്കിന് സൂര്യരശ്മി എന്നും അർത്ഥമുണ്ട്. സൂര്യൻ്റെ പ്രകാശം അവിടുന്ന് നൽകുന്നതാണ്. അതിനാൽ സൂര്യരശ്മിയും അവിടുന്ന് തന്നെ. അതിനാൽ ശിപിവിഷ്ടൻ. പ്രകാശന. എല്ലാ വസ്തുക്കളെയും പ്രകാശമാക്കുന്നവനാരോ അവൻ. സ്വയം പ്രഭയുള്ളവൻ. എല്ലാ ജീവികളിലും സന്നിഹിതനായി പ്രകാശം കൊണ്ട് എല്ലാത്തിനെയും തെളിയിച്ചു തരുന്ന അവിടുന്നാണ് പ്രകാശന. തേജസ്വികളുടെ തേജസ് ഞാനാണ് എന്ന് അവിടുന്ന് ഗീതയിൽ ഉദ്ഘോഷിക്കുന്നത് സ്മരിക്കുക. സുഭുജോ ദുർധരോ വാഗ്മീ മഹേന്ദ്രോ വസുദോ വസു നൈകരൂപോ ബൃഹദ്രൂപ ശിബിവിഷ്ടപ്രകാശന. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.